എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കാര്യം തന്നെയാണ്. നമുക്കിന്ന് വെള്ളക്കടലയും ഉരുളക്കിഴങ്ങും കൂടെ ഒരു കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് അളവിൽ വെള്ളക്കടല എടുത്തിട്ട് ഇത് രാത്രി മുഴുവൻ കുതിർത്തിയെടുത്തതാണ് കേട്ടോ. അപ്പോൾ മിനിമം ഒരു 6 മണിക്കൂറെങ്കിലും നിങ്ങളിത് കുതിർത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതെന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ്. നമുക്കിപ്പോൾ ചപ്പാത്തിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാവുന്ന ഈസി കറിയാണ്. പക്ഷെ നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ പലരും പറയുന്നിട്ടുണ്ട് വെള്ളക്കടലൊന്നും അത്ര ടേസ്റ്റ് ഇല്ല തയ്യാറാക്കുമ്പോൾ. പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കൂ കേട്ടോ. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2 വലിയ ഉരുളക്കിഴങ്ങ് ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിരിക്കുന്നതാണ്. ഇത് നമുക്ക് കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതായത് ഈ കടലയുടെയും ഉരുളക്കിഴങ്ങിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വേണം കേട്ടോ വെള്ളം. ഇത് മതി. ഞാനൊരു 3.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കടലയൊക്കെ നന്നായിട്ട് വെന്ത് വരണം. 4 വിസിൽ വരണ വരെ നമുക്കിത് വേവിച്ചെടുക്കാം കേട്ടോ. അതായത് ഫസ്റ്റത്തെ വിസിൽ വന്നതിന് ശേഷം പിന്നെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട്, അതായത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. പിന്നെ വെള്ളക്കടല കറുത്ത കടല വെച്ച് നോക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും. ഉരുളക്കിഴങ്ങ് നന്നായിട്ട് തന്നെ വെന്ത് വന്നോട്ടെ. ഇനി ഞാനിവിടെ ഒരു കടായി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 2 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി ഒന്ന് മുറിച്ചത് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 15 അല്ലി വെളുത്തുള്ളി ഇട്ടാം. ഇതും കൂടെ ഇതിലേക്ക് ഇട്ടു. ഇതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 2 മീഡിയം സൈസിലുള്ള സവാള ഇതുപോലെ ഒന്ന് കുറച്ച് വലുതാക്കിയിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത്. എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ കടലയിൽ ഉപ്പ് ചേർത്തിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് നോക്കി തന്നെ ചേർക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ കണ്ടോ സവാള ചെറുതായിട്ടൊന്ന് വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇനി മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലിയാണ് ചേർക്കുന്നത് കേട്ടോ. 3 ടേബിൾ സ്പൂൺ മുഴുവനോട് കൂടിയിട്ടുള്ള മല്ലി കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കാം. മല്ലി ഇതിൽ കിടന്ന് തന്നെ റെഡി ആയിട്ട് വന്നോളും. 1 മിനിറ്റ് ഒന്ന് അതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് 2 നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ളത് ഇതുപോലെ ഒന്ന് നീളത്തിൽ മുറിച്ചെടുത്തതാണ്. ഇതും കൂടെ ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്നു വന്നോട്ടെ. തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വരണം. അതുപോലെ സവാളയും എല്ലാം കൂടെ ഒന്ന് വഴന്നു വരട്ടെ കേട്ടോ. ഇപ്പം കണ്ടോ ഈ തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. സവാളയും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി തീ കുറച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. മുളക് പൊടി ഇട്ട് കൊടുക്കുക എരിവിനനുസരിച്ച്. ഒരു 3 ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അതായത് 1 ടേബിൾ സ്പൂൺ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഒരു പച്ചമുളക് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. നല്ല എരിവുള്ള പച്ചമുളക് കേട്ടോ. എരിവ് കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർക്കാം. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഈ പൊടികളുടെ ഒരു പച്ചമുളക് കാര്യങ്ങളൊക്കെ നന്നായിട്ട് മാറി വരട്ടെ. ഇപ്പോൾ കണ്ടോ ഈ ഒരു മസാലയുടെ പച്ചമുളക് മാറി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് തണുത്ത് വരട്ടെ കേട്ടോ. തണുത്തതിന് ശേഷം നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാം. ഞാൻ ഈ തക്കാളി സവാളയൊക്കെ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ തന്നെയാണ് ഇതുപോലെ നല്ല തിക്കായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. ഇത് മാറ്റി വയ്ക്കാം. ഇനി സെയിം കടായിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം അളവിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കൊരു 2 ബേ ലീഫ് ഇട്ട് കൊടുക്കാം. 1 ഇഞ്ച് നീളത്തിലുള്ള ഒരു കഷ്ണം കറുകപ്പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 ഏലക്കായ, 3 ഗ്രാമ്പു എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. വളരെ കുറച്ച് എണ്ണ തന്നെ ഈ ഒരു സമയത്ത് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ സവാളയൊക്കെ ഓൾറെഡി വഴറ്റിയെടുത്തതല്ലേ. നല്ലൊരു മണം വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ അരച്ച് വെച്ച ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ
അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സായിട്ട് വരട്ടെ. ഞാനിത് അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, പ്രഷറൊക്കെ പോയിട്ടുണ്ട്. എന്തുണ്ടോ നോക്കാം. ഈ കടലൊക്കെ കണ്ടോ നന്നായിട്ട് ഇതുപോലെ ഉടച്ചെടുക്കുമ്പോൾ ഉടഞ്ഞു വരണം കേട്ടോ. ഉരുളക്കിഴങ്ങാണെങ്കിലും നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത് മതി. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. മസാലയൊക്കെ ഒന്ന് റെഡി ആയിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അത് മതി. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ഈ ഒരു കടലയും ഉരുളക്കിഴങ്ങും ആ വെള്ളം അടക്കം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം ഒന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം ആവശ്യത്തിനുണ്ട്, ഇനിയിപ്പോൾ ഒഴിക്കേണ്ടി വരില്ല. മസാല എല്ലാം അവിടെ നന്നായിട്ട് ആയി വരണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ 2 ടീസ്പൂൺ ഗരം മസാല ചേർക്കുന്നുണ്ട്. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഗ്രേവിയുടെ തിക്നെസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തന്നെ എടുക്കാവുന്നതുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് സമയം ഇത് ഈ ഒരു ഗ്രേവിയിൽ കിടന്ന് നന്നായിട്ടൊന്ന് റെഡി ആയിട്ട് വരണം. ഇപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളം ഒഴിക്കണമെങ്കിൽ നിങ്ങൾക്ക് ചൂടുവെള്ളം ഈ ഒരു സമയത്ത് ഒഴിക്കാം കേട്ടോ. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 6-7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ കണ്ടോ നന്നായിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ ഉപ്പൊക്കെ കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഉപ്പൊക്കെ നല്ല പെർഫെക്റ്റ് ആണ്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് കസൂരി മേത്തിയാണ് കേട്ടോ. ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ കയ്യിലിട്ടിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് നല്ലൊരു ഫ്ലേവർ തന്നെ കൊടുക്കും. ഒരു ടേബിൾ സ്പൂണോളം അളവിൽ ഞാൻ ചേർത്തിട്ടുണ്ട്. പിന്നെ ചേർക്കുന്നത് മല്ലിയില മുറിച്ചതാണ് കേട്ടോ. നിങ്ങൾക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കട്ടെ. ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യണം. മല്ലിയിലും ഇതിന് നല്ല ടേസ്റ്റ് തന്നെ കൊടുക്കും. അപ്പോൾ ഇത് അത്യാവശ്യം ഒരു തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിൽ തന്നെയാണ് ഞാനിത് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇരിക്കും തോറും ഇത് കുറുകിയനെ വരും. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഒരു തിക്നെസ്സിൽ എടുക്കാം. ഞാനൊരു സെമി ഗ്രേവി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയാം കേട്ടോ. ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ല അടിപൊളി കറി തന്നെയാണ്.